എഴുന്നേറ്റ് പ്രകാശിക്കുക, യഹോവയുടെ തേജസ് നമ്മുടെ മേൽ ഉദിച്ചിരിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞതുപോലെ ഞാൻ സഹോദരിമാരോട് പറയുകയാണ്, ഇനിയും നമ്മൾ ഒതുങ്ങിയിരിക്കാനല്ല, എഴുന്നേറ്റ് പ്രകാശിക്കുക. ഇന്ന് നമ്മൾക്ക് നമ്മുടെ ലോകത്ത് കാണാൻ പറ്റുന്ന ഇന്ത്യയുടെ യുദ്ധമുഖത്ത് രണ്ട് സഹോദരിമാരാണ് നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനാണെങ്കിൽ നമുക്ക് ദൈവരാജ്യത്തിന് വേണ്ടി നമ്മൾക്കും സഹോദരിമാരെ, നിങ്ങളായിരിക്കുന്ന ദേശത്ത്, നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് നമ്മൾക്കും ഈ യേശുവിനെ പറയുവാൻ ധൈര്യത്തോടെ യുദ്ധമുഖത്തേക്ക് ഇറങ്ങാം. നമുക്കൊരു സൈന്യത്തെ പണിതെടുക്കാം. നിങ്ങൾ എവിടെ ആയിരുന്നാലും ഈ യേശു നമ്മുടെ കൂടെയുണ്ട്. ഒരു ദെബോറ എഴുന്നേറ്റ് ഇസ്രായേലിൻ്റെ മാതാവായിട്ട് ന്യായപാലകയായി എഴുന്നേൽപ്പിച്ചു ദൈവം. അങ്ങനാണെങ്കിൽ നമ്മളെയും എത്ര അധികമായി കർത്താവിന് ഉപയോഗിക്കാൻ കഴിയും. ദെബോറ ഒരു പഴയ നിയമകാലത്തെ പ്രവാചകയായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ യേശുവിൻ്റെ മക്കളാണ്, നമ്മൾ പ്രിയ മക്കളാണ്. ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഒരു എസ്തേർ രാജ്ഞി ഇസ്രായേൽ രാജ്യം ഭരിച്ചതുപോലെ നമ്മൾക്കും നമ്മുടെ ദൈവരാജ്യത്തിന് വേണ്ടി അനേകരെ കൂട്ടിച്ചേർക്കുവാൻ, അനേകർ ഈ ഭൂമിയിൽ ഒറ്റപ്പെട്ട് അനാഥരായി വിധവമാരായി ആരുമില്ലാത്തവരായിരിക്കുന്നവരോട് ഈ സുവിശേഷം പറയാൻ, നിങ്ങൾക്കൊരപ്പൻ സ്വർഗത്തിലുണ്ട്. അവൻ നിങ്ങളെ അനാഥനായി വിടുകയില്ല, ഒറ്റപ്പെടുത്തുകയില്ല. ധൈര്യത്തോടെ നമുക്കും എഴുന്നേൽക്കാം. സഹോദരിമാരെ, നമുക്ക് എല്ലാ സ്റ്റേജുകൾ കിട്ടാൻ നോക്കി നിൽക്കണ്ട. സുവിശേഷം പറയാൻ നമ്മുടെ ചുറ്റുപാടുമുള്ള ഭവനങ്ങളിൽ, നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി അനേകർ രോഗികളായിരിക്കുന്നു, ഈ യേശു സൗഖ്യമാക്കും. നമ്മൾക്ക് കർത്താവിനെ ഉയർത്തുവാൻ കഴിയും. അനേകർ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരുണ്ട്, അനാഥരുണ്ട്, വിധവമാരുണ്ട്. അവരോടെല്ലാം നമുക്ക് ഈ സുവിശേഷം പറയാം. യേശു നിങ്ങളെ വിടുവിക്കും. യേശു അപ്പനായിട്ട് നിങ്ങൾക്ക് ഇറങ്ങി വരും. നിങ്ങൾ അനാഥനായി കർത്താവ് കൈവിടുകയില്ല. അവൻ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല. കർത്താവിൻ്റെ വാഗ്ദത്തമാണ്. വാക്ക് പറഞ്ഞ സ്വർഗത്തിലെ പിതാവ് നമ്മളെ കൈവിടുകയില്ല. ധൈര്യത്തോടെ നമുക്കൊരു ദെബോറയെ പോലെ, ഒരു എസ്തേറിനെ പോലെ ഈ അന്ത്യകാലത്ത് യേശുവിൻ്റെ വേണ്ടി യുദ്ധം ചെയ്യുവാൻ തയ്യാറായി മുന്നോട്ട് വരിക. നമ്മളെ കൊണ്ട് ദൈവത്തിന് വൻ കാര്യങ്ങൾ ചെയ്യിക്കാനുണ്ട്. സഹോദരന്മാരെ കൊണ്ട് കഴിയാത്തത് ഒരു മറിയയാണ് അവസാന നിമിഷം കല്ലറയിൽ ഒരുക്കി വെച്ച സുഗന്ധവർഗവുമായി ചെന്ന് കർത്താവിന് പൂശുവാൻ. ബാക്കി എല്ലാവരും കേട്ട വാഗ്ദത്തം മറന്നും ഓടിപ്പോയി. എന്നാൽ മറിയ ആ വാഗ്ദത്തവുമായി കല്ലറവാതിൽക്കൽ അതിരാവിലെ ചെന്നതുപോലെ നമുക്കും ഈ സുവിശേഷവുമായി അനേകരുടെ വീടുകളിൽ, അനേക ദേശങ്ങളിൽ പോകുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. സ്വർഗം നമ്മുടെ കൂടെയുണ്ട്. സ്വർഗത്തിൻ്റെ ദൂതന്മാർ നമുക്ക് സഹായമായിട്ടുണ്ട്. നമ്മൾ ബലഹീനരല്ല, നമ്മളെ ശക്തനാക്കുന്നവൻ മുഖാന്തരം നമ്മൾ സകലത്തിനും മതിയായവനാണ്. അതുകൊണ്ട് എഴുന്നേറ്റ് പ്രകാശിക്കാം. യഹോവയുടെ തേജസ് നമ്മുടെ മേൽ ഉദിച്ചിരിക്കുന്നു. ഗോഡ് ബ്ലസ് യു. ആമേൻ.